ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിനി ഓപ്പറേറ്റേഴ്സ് ഓരോന്നും ഏതൊക്കെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. അതുപോലെ എന്താണ് മോഡുലോ ഓപ്പറേറ്റർ. എന്താണ് മോഡുലസ് ഓപ്പറേറ്റർ എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തേത് അഡീഷനാണ്. അഡീഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ ഏതാണ് നമുക്കറിയാം, പ്ലസ്. അപ്പോൾ രണ്ട് നമ്പർ എ ബി തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ പ്ലസ് ബി എന്ന് എഴുതും. അപ്പോൾ ഓപ്പറേറ്ററാണ് പ്ലസ്, ഓപ്പറൻ്റാണ് എയും ബിയും. ഓക്കെ, അതുപോലെ സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മൈനസ് സിമ്പിൾ, മൾട്ടിപ്ലിക്കേഷന് വേണ്ടി സ്റ്റാർ, ഡിവിഷന് വേണ്ടി സ്ലാഷ്, ദെൻ മോഡുലസ് ഓപ്പറേഷന് വേണ്ടി പെർസെൻറ്റേജ് സിമ്പിൾ. ഇനി നമുക്ക് ഇതിൽ പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ നമ്മൾ ഒരു 2ാം ക്ലാസ് തൊട്ട് പഠിച്ചു വന്നതാണ് അല്ലേ. ഇനി മോഡുലസ് മാത്രം എന്താണെന്ന് പറയാം. മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പറിനെ മറ്റൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നു അതാണ് മോഡുലസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് 9/2. 9നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ് റിമൈൻഡർ കിട്ടുക, 1 അല്ലേ. അപ്പം 9 മോഡുലസ് 2 എന്ന് കൊടുത്താൽ ആൻസർ 1 ആയിരിക്കും. അതായത് റിമൈൻഡർ എത്രയാണോ അതായിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണോ? ഡിവിഷനിലാണെങ്കിൽ നമുക്ക് ആ ഫ്രാക്ഷൻ ആയിട്ടുള്ളത് കിട്ടും, അതിൻ്റെ റിമൈൻഡർ ആയിട്ടുള്ള പോർഷനാണ് മോഡുലസിനകത്ത് നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് വെച്ച് ഒരു പ്രോഗ്രാം എഴുതി നോക്കാം. അപ്പോൾ പ്രോഗ്രാം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ കോമൺ ആയിട്ട് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ഒരു പർട്ടിക്കുലർ നമ്പർ അത് ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അതായത് മോഡുലസ് 2 ചെയ്യുമ്പോൾ പർട്ടിക്കുലർ നമ്പർ എക്സ് മോഡുലസ് 2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് ആൻസർ എങ്കിൽ ആ നമ്പർ ഈവൻ ആണ്. വൈ? ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ റിമൈൻഡർ വരുമോ? വരത്തില്ല. അങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ നമുക്ക് ഈ പെർസെൻറ്റേജ് സിമ്പിൾ അല്ലെങ്കിൽ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. അത് നമ്മൾ പ്രാക്ടിക്കലിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി തന്നോളാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഈ പ്രോഗ്രാം എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഹെഡർ ഫയൽ stdio.h conio.h, കോണിയോ എന്താണെന്നുള്ളത് പിന്നീട് പറയാം. ഓക്കെ, ഈ 2 ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. ദെൻ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. അതിലെന്ത് ചെയ്തിരിക്കുകയാണ്, a ഈസ് ഈക്വൽ ടു 40 ഇൻറ്റ് a ഈസ് ഈക്വൽ ടു 40 b ഈസ് ഈക്വൽ ടു 20 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ദെൻ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി 1 2 3 4 5 വേരിയബിൾസ് കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വേരിയബിളിൻ്റെ പേരാണ് ആഡ്, സബ്, മൾ, ഡിവ്, മോഡ്. അത് വേരിയബിളിൻ്റെ പേരാണ്. നിങ്ങൾക്ക് അതിന് പകരം വേറെ എന്ത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആഡ്, സബ്, മൾട്ട്, ഡിവ്, മോഡ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്താ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, എ പ്ലസ് ബി. അതായത് എയിലെ വാല്യൂ പ്ലസ് ബിയിലെ വാല്യൂ ചെയ്യുന്ന റിസൾട്ടിനെ നമ്മൾ ആഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെയല്ലേ സാധാരണ 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ റിസൾട്ട് ഈക്വൽ ടു 10 + 2 എന്ന് പറയുമ്പോൾ 10ഉം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് അത് ആ റിസൾട്ടിലേക്ക് വരും അല്ലേ. അതുപോലെ ഇവിടെ ആഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് വരും, 40 + 20 എന്ന് പറയുന്ന ഇതിൻ്റെ ആൻസർ, അതായത് 70 എന്നുള്ള ആൻസർ ആഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ദെൻ സബ് ഈസ് ഈക്വൽ ടു a മൈനസ് ബി. 40 - 20 എന്ന് പറയുന്ന വാല്യൂ സബിലേക്ക് സ്റ്റോർ ആകും. അങ്ങനെ എല്ലാ ഓപ്പറേറ്റേഴ്സും നമ്മൾ യൂസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തിരിക്കുകയാണ്, പ്രിൻ്റ് ചെയ്യിച്ചിരിക്കുകയാണ്. എന്താ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, പെർസെൻറ്റേജ് ഡി ആഡ്, ദെൻ സെക്കൻഡ് ലൈനിൽ സബ്ട്രാക്ഷൻ ഓഫ് എ ബി ഈസ് പെർസെൻറ്റേജ് ഡി സബ്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ബി ഈസ് പെർസെൻറ്റേജ് ഡി മൾ, ഡിവ്, മോഡ്. അങ്ങനെ ആ റിസൾട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ വേരിയബിളിൻ്റെയും വാല്യൂ നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ കൊടുത്തു. ദെൻ നിങ്ങൾ മസ്റ്റായിട്ടും ഗെറ്റ് സി എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യണം. ആ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ലാസ്റ്റ് അതുണ്ട്. അത് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ട്
കാണാൻ വേണ്ടിയുള്ള ഒരു ടൈം സെറ്റ് ചെയ്യുന്നതാണ്. എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചോളാം. ആ ഗെറ്റ് സി എച്ച് ഫംഗ്ഷനും കൂടി എഴുതി മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഈ പ്രോഗ്രാം നിങ്ങൾ ഒന്ന് പറയുന്ന സൈറ്റിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് അഡീഷൻ എന്ന് പറയുന്നതിനകത്ത് സമ്മ് കിട്ടിയോ, ആഡ് ചെയ്ത റിസൾട്ട് കിട്ടിയോ, മൾട്ടിപ്ലിക്കേഷനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് കിട്ടിയോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. ഓക്കെ, പ്രോഗ്രാം ഭയങ്കര ഡീപ്പായിട്ട് മനസ്സിലായില്ലെങ്കിലും സാരമില്ല. ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ, മോഡുലസ്, അത്രയും ക്ലിയർ ആക്കി വെക്കുക. ലാബിൽ ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ക്ലിയർ ആകാവുന്ന അത്രയും പ്രോഗ്രാംസ് മാത്രമേ നമ്മൾ ഇത്രയും നാളുകൊണ്ട് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും വേണ്ട. ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കുക, ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. നമ്മൾ ഓൾറെഡി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പലതും ഈ പ്രോഗ്രാമിൽ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ് ഈക്വൽ ടു. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അസൈൻസ് വാല്യൂ ഫ്രം റൈറ്റ് സൈഡ് ഓപ്പറൻറ്റ് ടു ലെഫ്റ്റ് സൈഡ് ഓപ്പറൻറ്റ്. അതായത് റൈറ്റ് സൈഡിലുള്ള വാല്യൂവിനെ ലെഫ്റ്റിലുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഈക്വൽ ടു. അതായത് നമ്മൾ കുറച്ച് മുമ്പത്തെ പ്രോഗ്രാമിൽ എഴുതി എന്താണ്? ആഡ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ആഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ എന്താ അസൈൻ ചെയ്യുന്നത്? എ പ്ലസ് ബിയുടെ റിസൾട്ട്. എ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂവും ബി എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂവും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ലെഫ്റ്റിലുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ഈ നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീനിലെ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതായത് അസൈൻ വാല്യൂ ഓഫ് എ പ്ലസ് ബി ഇൻ ടു സി. എ പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ വാല്യൂ സിയിലേക്ക് അസൈൻ ചെയ്യുന്നു. അതാണ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ, നെക്സ്റ്റ് വൺ ആഡ് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ശ്രദ്ധിച്ചേ, സി ഈസ് ഈക്വൽ ടു സി പ്ലസ് ബി. ഇതിനെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. സി പ്ലസ് ഈസ് ഈക്വൽ ടു ബി. അതിനാണ് ആഡ് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ സി ഈസ് ഈക്വൽ ടു സി മൈനസ് ബി. അതിനെ നമുക്ക് സി മൈനസ് ഈസ് ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ചുരുക്കി എഴുതുക. അതായത് അവിടെ ലെഫ്റ്റിലെ ഓപ്പറൻറ്റും റൈറ്റിലെ ആദ്യത്തെ ഓപ്പറൻറ്റും സെയിം ആണ്. അതുകൊണ്ടാണ് നമുക്കങ്ങനെ ചുരുക്കി എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ആ സെയിം രീതിയിൽ പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡുലസ് ഈക്വൽ ടു, ഇങ്ങനെ എല്ലാ ഓപ്പറേറ്റേഴ്സും വിത്ത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ആൻഡ് സബ്ട്രാക്ട് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അഡീഷൻ ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഡിവൈഡ് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ആ രീതിയിൽ നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. അടുത്തത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് അസൈൻമെൻറ്റ്, റൈറ്റ് ഷിഫ്റ്റ് ആൻഡ് അസൈൻമെൻറ്റ്, ബിറ്റ്വൈസ് ആൻഡ് അസൈൻമെൻറ്റ്, bitwise exclusive or and assignment, bitwise inclusive or and assignment ഓപ്പറേറ്റേഴ്സ് ആണ്. അത് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്താണ്, റൈറ്റ് ഷിഫ്റ്റ് എന്താണ്, ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. അല്ലാതെ ആദ്യം കയറി ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല. അപ്പോൾ അത് പഠിച്ച ശേഷം നമുക്ക് അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം വെച്ചിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഹിയർ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 21. മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, അതിനകത്ത് ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 21. ദെൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എന്താണ്? ഇൻറ്റ് സി. ദെൻ സി ഈസ് ഈക്വൽ ടു എ എന്ന് അസൈൻ ചെയ്തു. അതിന് ശേഷമോ സി പ്ലസ് ഈസ് ഈക്വൽ ടു എ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? നിങ്ങൾക്കിവിടെ കാണാം ഔട്ട്പുട്ട് എത്ര കിട്ടി? 42. അതെങ്ങനെയാണ് കിട്ടിയേ? ആദ്യം നമ്മൾ സിയിലേക്ക് എ അസൈൻ ചെയ്തു, സി ഈസ് ഈക്വൽ ടു എ എന്ന് അസൈൻ ചെയ്തു. ആ ലൈൻ ഓഫ് കോഡ്, ആ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം സിയുടെ വാല്യൂ എത്രയായി? 21 ആയി. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ ചെയ്തു സി പ്ലസ് ഈസ് ഈക്വൽ ടു എ. അതായത് സിയിൽ ഇപ്പോൾ ഉള്ള വാല്യൂവിൻ്റെ കൂടെ എയുടെ വാല്യൂ ഒന്നുകൂടെ ആഡ് ചെയ്യുക. അതായത് സി പ്ലസ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ സി ഈസ് ഈക്വൽ ടു സി പ്ലസ് എ എന്നാണ്. അപ്പോൾ 21 + 21 എത്ര കിട്ടി? 42. ക്ലിയർ ആണല്ലോ അല്ലേ?
ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കേൾക്കുക. എന്നിട്ട് വീണ്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എഴുതി വിൽക്കുക. അസൈൻമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ പ്രോഗ്രാംസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടാണ്. എക്സാമ്പിളായിട്ട് തന്ന പ്രോഗ്രാംസ് എഴുതി നോക്കുക, അതിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യുക. താങ്ക് യു.